നാണമില്ലേ സർക്കാരെ? നിങ്ങൾക്ക് കൊഷിയടിക്കാനും നിങ്ങൾക്ക് ആർഭാടപൂർവ്വം യാത്ര ചെയ്യാനും എല്ലാത്തിനും നിങ്ങളുടെ കാശുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരുടെ, അതും പ്രായം ചെന്ന മനുഷ്യരുടെ കഞ്ഞിക്ക് അരി മേടിക്കാനുള്ള കാശ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ നിങ്ങളെ പണമില്ലേ? നാണമില്ലേ സർക്കാരെ എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ചോദിച്ചത് അല്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? നിങ്ങളെ കൊശിയടിക്കാൻ നിങ്ങളെ കായുണ്ടല്ലേ? നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവരുടെ ഈ കോടതിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ പൗരൻ്റെ കൂടെ ഈ കോടതിക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ കൊശിയടിക്കുന്നതിന് ആ കാശ് മതി, അത്രയും വേണ്ട. നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ജനങ്ങളുടെ കാര്യം ആദ്യം കണ്ടേച്ച് വേണം നിങ്ങൾ കൊശിയടിക്കാൻ എന്ന് ഒരു കോടതി പറഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇല്ലേ? അദ്ദേഹമാണല്ലോ ഇപ്പോൾ ടൂറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർഭാടപൂർവമായ കോടികളുടെ 1 കോടി 5 ലക്ഷം എത്രയുടെ ബെൻസ് ബസ്സിൽ. നാണമുണ്ടോ ഇദ്ദേഹത്തിന്? ഒരു ബഹുമാനപ്പെട്ട കോടതി, അത് ഹൈക്കോടതി ചോദിക്കുക. അതുകൊണ്ട് ഈ കഴിഞ്ഞ 3 മാസത്തെ പെൻഷൻ ഈ സ്ത്രീക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഖജനാവിൽ നിന്ന് കാശെടുത്ത് നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിലവ് മൊത്തം സർക്കാർ വഹിക്കണം. അവർക്ക് കിട്ടാനുള്ള പൈസ, അവർക്കുള്ള ചിലവിനുള്ള പൈസ എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്. എന്നിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ പോലീസിനെ കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ വി.ഡി. സതീശൻ്റെ പേര് കേസെടുത്തിരിക്കുന്നത്. അത് 1-ാം പ്രതിയാണ്. എന്തിനാണ് കേസെടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കലാപാഹ്വാനം നടത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങളെ അടിച്ചാൽ കൊല്ലം വരെ നിങ്ങൾ ഞങ്ങളെ അടിച്ച്, ഞങ്ങളെ പിള്ളേരെ അടിച്ച്, തലവണ്ടി അടിച്ച് പൊട്ടിച്ച് അവർ ഭാവി ഇല്ലാതാക്കുന്നു. ഇനി തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഞങ്ങളെ പിള്ളേരെ കൈ മാങ്ങ പറിക്കാനൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞതിൽ എന്താ ആരാ പറയാത്തത്? ഞാനായിരുന്നെങ്കിൽ അങ്ങ് കണ്ണൂർ വെച്ചേ പറഞ്ഞേനെ ഇല്ലേ? അദ്ദേഹം ഇവിടെ വന്ന് ക്ഷമിച്ചിട്ടാണ് ഒരു കലാപത്തിന് വേണ്ട. അപ്പോൾ കലാപ ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ വേണം കേസെടുക്കാൻ. ആര് കേസെടുക്കും? മുഖ്യമന്ത്രിക്കെതിരെ ആര് കേസെടുക്കും? ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നു ഇല്ലേ? എന്താ കേസ്? സ്വന്തം മകളെ കൊണ്ട് ബാംഗ്ലൂരിലൊരു കമ്പനി ഉണ്ടാക്കി, എക്സാലോജിക് സൊല്യൂഷൻസ് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി കൂടെ കോടികളിലാണ് വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ 1988 കീഴിൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് കോടതി സെറ്റിൽമെൻറ്റ് ബോർഡ്, ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കോടതിക്ക് ഇപ്പോൾ കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കേസ് എന്തുവാ? കേസ് ഒറിജിനലായിട്ട് ആ മരിച്ചുപോയ ആൾ കൊടുത്ത കേസെന്ന് പറയുന്നത് ഇത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. വിജിലൻസ് ആരുടെ കീഴിലാണ്? ഈ പിണറായി വിജയൻ്റെ കീഴിലാണ്. അപ്പോൾ പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ്റെ മോളും കോടിക്കണക്കിന് അഴിമതി നടത്തിയ കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുമോ? ഒരു ഹൈ ഇംപ്രോപ്പറൈറ്റി അതിനകത്തുണ്ട്. അപ്പോൾ ഒന്നിൽ CBI, അതല്ലെങ്കിൽ കർണാടകയിലെ പോലീസ്. മുൻ DGP ആസിഫ് സാർ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ കർണാടക പോലീസ്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് അതിന് മുതിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. കോൺഗ്രസ് പാർട്ടി ഹാസ് ടു കം ടു ദ ഫോർ ഫ്രണ്ട് ആൻഡ് ഫൈൽ എ കേസ്. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കേസിൽ ഇംപ്ലീഡ് ചെയ്യണം. ഇംപ്ലീഡ് ചെയ്തിട്ട് പറയണം ഇത് കർണാടക പോലീസിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കേണ്ടത്, അന്വേഷിച്ച്. അതല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിച്ച് വെച്ചാൽ അതിനകത്ത് തന്നെ ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റ് ബോഡിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലനിൽക്കെ ഇങ്ങനെ ഇവിടെ ആർഭാടം നടത്തുന്ന കോടതി പറയുന്നു, നിങ്ങൾ നാണമില്ല ഇങ്ങനെ ആർഭാടം നടത്താൻ? നിങ്ങൾ അടിയന്തരമായി ഈ പാവപ്പെട്ടവരുടെ കാശ് നിങ്ങൾ കഞ്ഞി, എന്താ സാമൂഹ്യ പെൻഷൻ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് കൂടുതൽ നാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഹിറ്റ്ലറും മുസോലിനിയും പിന്നെ ചെഷസ്ക്യൂവും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചത്, അവരൊക്കെ സ്റ്റാലിനുമൊക്കെ വിചാരിച്ചത് ഈ ലോകാവസാനം വരെ അവരങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ച അവസാനം? അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മളെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുകയാണ്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിന് സമയപരിധിയുണ്ട്. സമയം കഴിയുമ്പോഴത്തേക്ക് ഒന്നൊന്നായിട്ട് ഇതിനെല്ലാം മറുപടി പറയണ്ടേ കോടതിയിൽ? പണ്ട് ഇന്ദിരാഗാന്ധി വരെ ശാഖമിയെ വിളിപ്പിച്ച് നിലത്തിട്ടോരെ ഇട്ടു ഇല്ലേ, ഈ അടിയന്തരാവസ്ഥയുടെ എക്സസിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ളൊരു നാടാണ് ഈ രാജ്യം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഒന്നൊന്നായിട്ട് ഇദ്ദേഹം മറുപടി പറയേണ്ടി വരും. ഈ കലാപാഹ്വാനത്തിനാണ് ആദ്യം ഇദ്ദേഹം മറുപടി പറയേണ്ടത്. പിന്നെ മകളെ കൊണ്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കള്ളപ്പണം വെളുപ്പിച്ച് കൊണ്ടുവന്നതിന് കുരുങ്ങുന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അതിന് കോൺഗ്രസ് പാർട്ടി മുന്നിൽ വരണം.
ബഹുമാനപ്പെട്ട നമ്മളെ KPCC പ്രസിഡൻ്റ് ഒരു ലെറ്റർ കൊടുത്ത് ഇവിടെ കർണാടക ഉപമുഖ്യമന്ത്രിക്ക് ആ ലെറ്റർ കൊടുത്തിട്ട് ആ ലെറ്ററിന് പോലും ഇതുവരെ മറുപടി എന്ത് കളി നടന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മസ്റ്റ് കം ഇൻ ഫ്രണ്ട് ആൻഡ് ഫൈൽ എ ഇംപ്ലീഡിങ് പെറ്റീഷൻ ബിഫോർ ദ ഹൈക്കോർട്ട് ആൻഡ് സേ ഇവരെ അന്വേഷിപ്പിക്കേണ്ടത് കർണാടക അല്ലെങ്കിൽ CBIക്ക് വിടണം, ഈ മാസപ്പടി കേസ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാലേ ഇവർ കുരുങ്ങും, യാതൊരു സംശയമില്ല. അപ്പം എനിക്ക് ഇത്രയും പറയാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം പ്രബുദ്ധ കേരളത്തിലാണ് നടക്കുന്നതല്ലേ. എന്തൊരാഭാസത്തരോ അദ്ദേഹത്തിൻ്റെ കാറിൽ അതിൽ ഗുണ്ടാളെ കൊണ്ടുവന്ന് കൊച്ചു പിള്ളേരെയൊക്കെ തലയടിച്ച് പൊട്ടിക്കുക. ഭാവിയുള്ള പിള്ളേരല്ലേ, അദ്ദേഹത്തിൻ്റെ മോനായിരുന്നു എന്താ സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശരിയായ പണിയല്ല ഈ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർത്തി ഇദ്ദേഹം രാജിവെച്ച് പോകണം. ഹൈ ടൈം ആളുകൾ ക്ഷമയുടെയൊക്കെ ഒരു പരിധിയുണ്ട്. എന്തിനാ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന? കാശുമില്ല, കടവ മൊത്തം കടവ എന്ന് പറയുന്നത്. ഒന്നിനും കായില്ല, പെൻഷനും കൊടുക്കാൻ കായില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കായില്ല. വയസ്സായ പെണ്ണുങ്ങൾ ചട്ടിയായിട്ട് തെണ്ടാനിറങ്ങുന്ന ഒരു രാജ്യമായി കേരളം മാറി. അപ്പോൾ അതുകൊണ്ട് ഈസ് നോട്ട് ഫിറ്റ് ടു സിറ്റ് ഇൻ ദറ്റ് സീറ്റ് എനിമോർ. ഐ തിങ്ക് ഹി മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് സീറ്റ്. There is no doubt about it.